ഹായ് ഹലോ പത്തരമാറ്റിൻ്റെ ഒരു പുത്തൻ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഏതായാലും നന്ദു അനിയെ ഫോണിൽ വിളിച്ച് നന്നായി വഴക്ക് പറയുന്നുണ്ട്. അത് കേട്ട് നമ്മുടെ അനിക്ക് വിഷമമാകുന്നുണ്ട്. നന്ദു പറയുന്നുണ്ട്, അവിടെ ഉള്ളപ്പോഴും നീ മനസ്സമാധാനം തരില്ല. നിനക്ക് മര്യാദയ്ക്ക് നിൻ്റെ ജീവിതം നോക്കി ജീവിച്ചു കൂടെ അനി? എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു പോലീസ് ഓഫീസർ ആവുക എന്നത്. അതാ ഇപ്പോൾ പൊലിയാൻ പോകുന്നത്. അത് കേട്ട് അനി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, എന്ന് നീ പറഞ്ഞാൽ മതിയോ? മിക്കവാറും ഇവിടുന്ന് പെട്ടിയും കിടക്കയും എടുത്ത് എനിക്ക് അങ്ങോട്ട് വരേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അതിൻ്റെ കാരണക്കാരൻ നീ ഒരുത്തനാ. അത് പറയാനാ ഞാൻ വിളിച്ചത്. എന്നിട്ട് ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കേട്ടു നിന്ന കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്, ചൂടിലാ അല്ലേ? അപ്പോൾ അനി പറയുന്നുണ്ട്, അതെ, അവൾ ഭയങ്കര ചൂടിലാണ്. ട്രെയിനർ അവളെ നിർത്തി പൊരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ കൂട്ടുകാരും പറയുന്നുണ്ട്, അതവൾ നേരത്തെ ഞങ്ങളോട് പറഞ്ഞിരുന്നു. അയാൾ എന്തോ മുൻ വൈരാഗ്യം പോലെയാ പെരുമാറുന്നെന്ന്. അത് കേട്ട് അനി പറയുന്നുണ്ട്, അങ്ങനെയെങ്കിൽ അയാളെ തളയ്ക്കണമല്ലോ എന്ന് പറയുമ്പോൾ ഫ്രണ്ട്സ് പറയുന്നുണ്ട്, ഇനി തളയ്ക്കാനായിട്ട് അങ്ങോട്ടേക്കൊന്നും പോകണ്ട. ഇപ്പോൾ തന്നെ നിൻ്റെ പ്രകടനം ആ ട്രെയിനർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകില്ല. ഒരു SI ആവുക എന്നത് നന്ദുവിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് എന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ട്, അതൊക്കെ എനിക്കറിയാം. അപ്പോൾ ഫ്രണ്ട്സ് പറയുന്നുണ്ട്, എന്നാൽ ആ സ്വപ്നം നീ കാരണം ഇല്ലാതാകാനാ പോകുന്നത് എന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ട്, എന്ത് വില കൊടുത്തു ഞാൻ നന്ദുവിൻ്റെ ആഗ്രഹം നടത്തിയിരിക്കും. സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ ആഗ്രഹം നടത്തി കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ മനുഷ്യനാ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിന് നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കൂട്ടുകാരൻ ചോദിക്കുമ്പോൾ അനി പറയുന്നുണ്ട്, അത് നിങ്ങൾ അറിയണ്ട. എൻ്റെ മുത്തശ്ശൻ അത്ര നിസ്സാരക്കാരനൊന്നുമല്ല. മുത്തശ്ശൻ ഇപ്പോഴാണ് ഒന്ന് ഒതുങ്ങി നടക്കുന്നത്. അല്ലെങ്കിൽ ഈ ട്രെയിനർ അനാവശ്യമായി നന്ദുവിനെ ദ്രോഹിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നേരെ ട്രെയിനിങ് ക്യാമ്പിൽ ചെന്ന് മുത്തച്ഛൻ അയാളെ അടിപറ്റിച്ചേനെ. അവൻ്റെ ഓടുക്കത്തെ ഒരു ജാടയും പട്ടാസും. പിന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ്. അവിടെ മുത്തശ്ശനും ജയനും അജയനും ആദർശും എല്ലാം കൂടി ഒരു തീരുമാനത്തിലെത്തുന്നുണ്ട്. നവ്യ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, അബിയെ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല ഏൽപ്പിക്കാൻ. അതുകൊണ്ട് തന്നെ നവ്യയുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല അബിക്ക് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ ആദർശിനോട് പറയുന്നുണ്ട്, അവനെ നോക്കാൻ നിൻ്റെ ഏതെങ്കിലും ബ്രാഞ്ചിലെ നിനക്ക് വിശ്വാസമുള്ള ഒരാളെ കൂടി നിയമിക്കണം. അല്ലാതെ പൂർണ്ണമായും അവൻ്റെ കൺട്രോളിൽ കൊടുക്കാൻ പാടില്ല. കാരണം അവൻ അത്രയ്ക്കും കൊള്ളരുതാത്തവനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നീട് ആദർശ് ഇത് നവ്യയോട് പറയുന്നുണ്ട്. നവ്യക്കാണെങ്കിൽ ആദർശിനോട് പുച്ഛമാണ്. എന്നിട്ട് നവ്യ ആദർശിനോട് പറയുന്നുണ്ട്, ഇതൊക്കെ നിങ്ങളുടെ ഔദാര്യമല്ല, ഞാൻ മുത്തശ്ശനോട് പറഞ്ഞിരുന്നു. മുത്തശ്ശൻ അപ്പോഴേ പറഞ്ഞതാണ് ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല അബിയെ ഏൽപ്പിക്കാമെന്ന്. ഏതായാലും നവ്യ ആ വിവരം സന്തോഷത്തോടെ ജലജയെ അറിയിക്കുന്നുണ്ട്. പിന്നെ ജലജ നവ്യയോട് പറയുന്നുണ്ട്, നീ ഇത് എത്രയും പെട്ടെന്ന് അബിയെ വിളിച്ച് പറ, അവന് വളരെ സന്തോഷമാകുമെന്ന്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അബിയെയാണ്. അബി ഒരു റെസ്റ്റോറൻറ്റിൽ കൂടെ ഒരു സുന്ദരിയായ പെൺകുട്ടിയും ഒത്ത് നല്ല ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലിടക്ക് അബി അവളോട് പറയുന്നുണ്ട്, എൻ്റെ ജിൻസി മോളെ, നേരത്തെ എൻ്റെ ഭാര്യയ്ക്ക് എന്നെ വലിയ സംശയമായിരുന്നു. അതുകൊണ്ട് എവിടെ പോയാലും എന്നെ വിളിക്കുമായിരുന്നു. ഇപ്പോൾ എന്തായാലും അതില്ല. അന്നേരം ജിൻസി പറയുന്നുണ്ട്, ഇപ്പോൾ അവർ ഒരമ്മയല്ലേ, അതുകൊണ്ട് ഫോൺ വിളിക്കാനൊന്നും സമയം കാണില്ല. അന്നേരം അബി പറയുന്നുണ്ട്, അതും ഒരു കാരണമാണ്. അതിലുപരി ഞാൻ ഇപ്പോൾ വീട്ടിൽ മിസ്റ്റർ ക്ലീനാണ്. തകർന്ന് തരിപ്പണമായത് എൻ്റെ ഏട്ടനാ. അത് കേട്ട് ജിൻസി ചോദിക്കുന്നുണ്ട്, അങ്ങേക്ക് എന്ത് പറ്റി? അപ്പോൾ അബി, അതേപ്പറ്റിയൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. അനന്തപുരി തറവാട്ടിൽ നടക്കുന്ന മിക്ക കാര്യങ്ങളും പുറം ലോകം അങ്ങനെ അറിയാറില്ല. അത് കേട്ട് ജിൻസി പറയുന്നുണ്ട്, പക്ഷേ മോത്തീസ് ജ്വല്ലറിയെപ്പറ്റി എല്ലാവർക്കും നല്ല മതിപ്പാ. അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ പുറത്തുള്ളവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. നിൻ്റെ ഏട്ടത്തി വലിയ ഡിസൈനർ അല്ലേ? അങ്ങനെ വലിയ ഡിസൈനർ ആയപ്പോൾ എന്ത് പബ്ലിസിറ്റിയാണ് കിട്ടിയത്? അത് കേട്ട് അബി പറയുന്നുണ്ട്, മിക്കവാറും ആ പബ്ലിസിറ്റി ഉടനെ പോയി കിട്ടും. അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. എന്ത് പറ്റിയടാ എന്ന് ചോദിക്കുമ്പോൾ അബി പറയുന്നുണ്ട്, അത് ഞാൻ നിന്നോട് പിന്നെ പറയാം. അപ്പോഴേക്കും അബിയുടെ ഫോണിൽ നവ്യ വിളിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് അബി പറയുന്നുണ്ട്, വിളിക്കില്ല എന്ന് നിന്നോട് ഇപ്പോൾ പറഞ്ഞതല്ലേ ഉള്ളൂ, ശല്യം. അപ്പോഴേക്കും വിളി വന്നു. എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. പിന്നെ ജലജ ചോദിക്കുന്നുണ്ട് നവ്യയോട്, എന്താ ഫോൺ എടുക്കുന്നില്ലേ? എന്നാൽ പിന്നെ ഞാൻ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ജലജ വിളിക്കുന്നുണ്ട്. ഏതായാലും അമ്മയുടെ കോൾ കണ്ടപ്പോൾ, അയ്യോ ഇത് അമ്മയാണല്ലോ, ഇനി അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ എന്നും പറഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് ജലജ പറയുന്നുണ്ട്, നവ്യ നല്ലൊരു കാര്യം നിന്നെ വിളിച്ച് അറിയിക്കാനാണ് ഫോൺ വിളിച്ചത്. നീ എന്താ ഫോൺ കട്ട് ചെയ്തത് എന്ന് അബിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അബി പറയുന്നുണ്ട്, എനിക്ക് അവളുടെ നാവിൽ നിന്ന് നല്ലതും കേൾക്കണ്ട മോശവും കേൾക്കണ്ട എന്നും പറഞ്ഞ് അബി ഫോൺ വെച്ച് കളഞ്ഞു. അപ്പോൾ നവ്യ ജലജയോട് ചോദിക്കുന്നുണ്ട്, കട്ട് ചെയ്തു അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ജലജ പറയുന്നുണ്ട്, നല്ല കാര്യം പറയാനാണെന്ന് പറഞ്ഞിട്ട് പോലും അവൻ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു എന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട്, അതിന് അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ. നയനയും അമ്മായിയും ഒന്നിച്ച വിവരം ഞാൻ അവനോട് മറച്ചു വെച്ചതിൻ്റെ ദേഷ്യത്തില അവൻ.
എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഏതായാലും ജലജ അനാമികയെ നല്ലവണ്ണം ചൂട് കയറ്റി വിടുന്നുണ്ട്. എന്തിനാണെന്നല്ലേ, നയനയും നവ്യയും കൂടി ചന്തുമോളുടെ പേരും പറഞ്ഞ് തമ്മിൽ വഴക്കടിപ്പിക്കാൻ അനാമിക പിണക്കമൊക്കെ മറന്ന് നവ്യയുമായി കൂട്ടുകൂടണം. അതുവഴി നവ്യയുടെ മനസ്സിൽ വിഷം കുത്തിവെച്ച് ഏട്ടത്തിയും അനിയത്തിയും തമ്മിൽ പോരു നടക്കുമല്ലോ. ഏതായാലും അതിനുള്ള ശ്രമം അനാമിക ആരംഭിച്ചു കഴിഞ്ഞു. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.